എന്താ മോൾക്കൊരു വിഷമം? പരീക്ഷയില് മാർക്ക് കുറഞ്ഞോണ്ടാണോ? എന്താ കാര്യം? ഒന്നും പറയണ്ട ടീച്ചറെ, മാളൂന് പരീക്ഷയിൽ മാർക്ക് തീരെ കുറവാണ്. അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ആഹാ, നല്ല കാര്യം. വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ 100% വിജയം. എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട്. 100% വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ, പാഞ്ഞാൾ ആൻഡ് ചെറുതുരുത്തി. പ്രശസ്തി ആർജിച്ച ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിലെ കർക്കിടക വാവ് ബലിതർപ്പണത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെറുതുരുത്തി പങ്ങാവ് ശിവക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരുന്ന കർക്കിടക വാവുബലി പിതൃതർപ്പണ കർമ്മം 24-ാം തീയതി വ്യാഴാഴ്ച കാലത്ത് 3 മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ സൗകര്യങ്ങൾ, ഏകദേശം 5000-ൽ വരുന്ന ഭക്തജനങ്ങൾക്ക് പിതൃതർപ്പണ കർമ്മം നിർവഹിക്കാനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നത്. 2 ബലിത്തറകളായി ഏകദേശം ഒരേ സമയം 2 ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ 500 പേർക്ക് ഒരേ സമയം ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ശ്രീ ആചാര്യൻ ശ്രീ മണികണ്ഠൻ, അതുപോലെ ശ്രീ MK അജിത് കുമാർ എന്നീ 2 ആചാര്യന്മാരുടെ കീഴിലാണ് നമ്മൾ ബലിതർപ്പണ കർമ്മം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിനകത്ത് ഈ ബലിതർപ്പണം കഴിഞ്ഞ ഭക്തജനങ്ങൾക്ക് തിലഹോമം, അതുപോലെ മഹാസായുജ്യ പൂജ ചെയ്യാനുള്ള വിപുലമായ സൗകര്യം ഉണ്ടായിരിക്കും. അത് ക്ഷേത്രം മേൽശാന്തിയായിട്ടുള്ള ശ്രീ കൊരട്ടിക്കരമന ശ്രീ രാമൻ തിരുമേനി, അതുപോലെ മഹാസായുജ്യ പൂജയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ഗോതശർമ്മൻ തിരുമേനി, അവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നമ്മൾ ആ കർമ്മങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ വരുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര കോമ്പൗണ്ടിൽ തന്നെ പുഴയിലേക്ക് ഇറങ്ങാതെ ഷവർ ബാത്ത് സൗകര്യം നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഒരുക്കാറുണ്ട്. ആ സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം കാലാവസ്ഥ ഏകദേശം ഒരു അനുകൂലമായൊരു കാലാവസ്ഥയാണ് ഇതുവരെ നമുക്ക് അനുഭവപ്പെടുന്നത്. ആ നിലയ്ക്ക് ചില ആളുകൾ പുഴയിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പുഴയിലും നമ്മൾ ബാരിക്കേഡൊക്കെ കെട്ടി നമ്മൾ അതിന് വേണ്ടുന്ന ഒരു സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ ഭക്തജനങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യം നമ്മൾ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ പുരുഷ ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന വസ്ത്രം മാറാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ സൗകര്യം, അതായത് നമ്മുടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും ദേഹാസ്വാസ്ഥ്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടായാൽ അവർക്ക് വേണ്ടുന്ന ഡോക്ടർമാരുടെ സേവനം നമ്മൾ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ വരുന്ന ആളുകൾക്ക് മുഴുവൻ നമ്മൾ പ്രഭാത ഭക്ഷണം, ചുക്ക് കാപ്പി എന്നുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും, അതുപോലെ പോലീസ് സേനയുടെ സഹായം, അത് ഫയർഫോഴ്സിൻ്റെ സഹായം എന്ന രീതിയിലും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ വരുന്ന ഭക്തജനങ്ങൾ വാഹനത്തിലായിരിക്കും മിക്കവാറും വരുന്നത്. അവർക്ക് വാഹനം പാർക്ക് ചെയ്യാൻ എന്നുള്ള സൗകര്യം, അതുപോലെ ആയുർവേദ കോളേജിൻ്റെ കോമ്പൗണ്ട്, അതുപോലെ പഴയ കലാമണ്ഡലത്തിൻ്റെ കോമ്പൗണ്ട്, പഞ്ചായത്ത് കോമ്പൗണ്ട്, അവിടെയൊക്കെ നമ്മൾ അപേക്ഷ കൊടുത്ത് അവരുടെ മുന്നേ തന്നെ അവരുടെ അനുവാദം വാങ്ങി അവിടെയൊക്കെ നമുക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ, ഇരുചക്ര വാഹനങ്ങളും മറ്റു വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. പ്രശസ്തിയാർജിച്ച ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിലെ കർക്കിടക വാവുബലി പിതൃതർപ്പണ കർമ്മം, മഹാതിലഹോമം, മഹാപിതൃ സായുജ്യ പൂജ എന്നിവ വ്യാഴാഴ്ച നടക്കുകയാണ്. ഈ ചടങ്ങിന്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. പുലർച്ചെ 3 മണിക്ക് തുടങ്ങുന്ന കർക്കിടക വാവുബലിയിൽ 5000-ലധികം വരുന്ന ഭക്തജനങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇവർക്കുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ബലിത്തറകളിലായി ആചാര്യൻ PR മണികണ്ഠൻ, MK അജിത് കുമാർ എന്നിവർ പിതൃകർമ്മത്തിന് നേതൃത്വം നൽകും. ഈ കർക്കിടക മാസത്തിലത്തെ ഈ ബലിതർപ്പണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് ഉത്തരായനും ദക്ഷിണായനാണ് 2 അയനങ്ങളായിട്ടുള്ളത്. അതിൽ ഉത്തരായനം ദേവന്മാരുടെയും ദക്ഷിണായനം പിതൃക്കളുടെയാണ്. ഈ ദക്ഷിണായനം തുടങ്ങി ആദ്യം വരുന്ന അമാവാസ്യയാണ് ഈ കർക്കിടക നമ്മൾ ആചരിക്കുന്നത്. അതാണ് ഇതിൽ നമ്മൾ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഏകദേശം നമ്മൾ ഒരു
കാലത്ത് 3 മണി മുതലാണ് നമ്മൾ ബലിതർപ്പണം ആദ്യമായിട്ട് ആദ്യത്തെ ട്രിപ്പ് തുടങ്ങുക. ഏകദേശം ഒരു 2-2:15 ആൾക്കാർ ഇവിടത്തേക്ക് വരാൻ തുടങ്ങും. ഒരു 11-11:30 വരെയും നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന മഹാതിലഹോമം, മഹാപിതൃ സായുജ്യ പൂജ എന്നീ കർമ്മങ്ങൾക്ക് മേൽശാന്തി കൊരട്ടിക്കര മന രാമൻ തിരുമേനി നേതൃത്വം നൽകും. തിലഹോമം, സായുജ്യ പൂജ എന്നിവയ്ക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രം മാറാനുള്ള സൗകര്യവും, കുളിക്കുവാനായി ഷവർ ബാത്ത് സൗകര്യവും, മെഡിക്കൽ സൗകര്യവും, വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യവും, പ്രഭാത ഭക്ഷണവും, ചുക്കുകാപ്പി എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 50ഓളം വളണ്ടിയർമാരെയാണ് നിയമിച്ചിട്ടുള്ളത്. കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ളവരും സജ്ജമാണ്. ഭാരതപ്പുഴയിലിറങ്ങി കുളിക്കുവാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത്, മാനേജർ MA രാജു, ഓഫീസ് മാനേജർ N സുരേഷ്, ആചാര്യൻ VR മണികണ്ഠൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയുന്ന പ്രധാന കാര്യങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, ആദ്യം വരുമ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ്. അത് കേരള കലാമണ്ഡലത്തിന് പഴയ കേരള കലാമണ്ഡലത്തിൻ്റെ കോമ്പൗണ്ടും അതുപോലെ PNNM ആയുർവേദ കോളേജിൻ്റെ കോമ്പൗണ്ടിലും പഞ്ചായത്ത് കോമ്പൗണ്ടിലുമാണ് നമ്മൾ അതിനുള്ള വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വിപുലമായ കൗണ്ടർ സൗകര്യം. ഇവിടെ എല്ലാ ഭക്തജനങ്ങൾക്കും പെട്ടെന്ന് തന്നെ കൂപ്പൺ മുഖാന്തരമാണ് നമ്മൾ ഇതിന് വേണ്ടുന്ന റെസീറ്റ് കൊടുക്കുന്നത്. അവിടെ എഴുതാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും സമയം പോകാത്ത തരത്തിലാണ് ആ വ്യവസ്ഥ ക്രമീകരിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തും അതുപോലെ ഇപ്പോൾ ഇവിടേക്കുള്ള റോഡ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തും കൗണ്ടറുകൾ ഉണ്ടായിരിക്കും. ക്ഷേത്രത്തിനകത്തും കൗണ്ടറുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരക്കുകൾ കുറയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതുപോലെ കുളിക്കാനുള്ള സൗകര്യം, അത് ഷവർ സംവിധാനം ഉള്ള സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ കുളി കഴിയും. പുഴയിലേക്ക് ഇറങ്ങുമ്പോഴാണ് കൂടുതൽ സമയം പോകുന്നത്. അപ്പോൾ പുഴയിൽ അഥവാ ഇറങ്ങിയാൽ തന്നെ അവിടെ ബാരിക്കേഡ് കെട്ടി കൃത്യമായ രീതിയിൽ അത് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ അവർക്ക് പെട്ടാൽ തന്നെ ഫയർഫോഴ്സിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും, പോലീസിൻ്റെ സഹായം ഉണ്ടായിരിക്കും, മെഡിക്കൽ സൗകര്യം ഉണ്ട്, ആംബുലൻസ് സംവിധാനം ഉണ്ട്. PNNM ആയുർവേദ കോളേജുമായി ബന്ധപ്പെട്ട് അവരുടെ സംവിധാനങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭക്ഷണ സൗകര്യമുണ്ട്. ഇതാണ് ഭക്തജനങ്ങൾ അറിയേണ്ട വിഷയങ്ങൾ. ഈ സേവനം ചെയ്യാൻ ഏകദേശം 30 പേരിലധികം ആളുകൾ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് വന്ന് നമ്മളോട് സഹകരിക്കുന്ന ആളുകൾ വേറെ ഉണ്ടാവും. ഏകദേശം 30-നും 50-നും ഇടയിലുള്ള ആളുകൾ നമ്മുടെ ഇവിടെ സേവാ പ്രവർത്തകരായിട്ട് ഉണ്ടായിരിക്കും. ന്യൂസ് ഡെസ്ക് CCV.